കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് കിറ്റെക്സ്. കിറ്റെക്സ് 2:1 എന്ന റേഷ്യോയിലുള്ള ബോണസ് പ്രഖ്യാപിച്ചു. നവംബർ 22-ാം തീയതിയാണ് കമ്പനി ബോണസ് പ്രഖ്യാപിച്ചത്. കിറ്റെക്സ് ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് ഏകദേശം 200% റിട്ടേൺ നൽകി. 5 വർഷം കൊണ്ട് 569% മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയതിനു ശേഷം ഇതുവരെ 1390% റിട്ടേൺ നൽകുകയും ചെയ്തു. 4235 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ഗാർമെൻറ്റ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിലെ കമ്പനിയാണ്. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ നെറ്റ് പ്രോഫിറ്റ് 39 കോടിയായി ഉയർന്നിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 13 കോടിയിൽ നിന്നും 39 കോടിയായാണ് ഉയർന്നത്. പ്രോഫിറ്റിൽ 3 ഇരട്ടി വർധനവുണ്ടായി. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 18% വളർച്ചയുണ്ടായി. കമ്പനിയുടെ റവന്യൂ 58% വർദ്ധിച്ച് 139 കോടിയിൽ നിന്നും 220 കോടിയിലേക്കെത്തി. രണ്ടാമത്തേത് ശാരദ AI ടെക്നോളജി ലിമിറ്റഡ്. 88 രൂപ വരെയുള്ള സ്റ്റോക്കാണ്. 215 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ്, വാല്യൂഷൻ 33, ഡിവിഡൻഡ് yield 1.4%. ശാരദ AI ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചു. 5 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 2 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്കുകളായി സ്പ്ലിറ്റ് ആവുകയാണ്. അതായത് 1:2 എന്ന റേഷ്യോയിലുള്ള സ്പ്ലിറ്റ്. മൂന്നാമത്തെ സ്റ്റോക്ക് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 4% സ്റ്റോക്ക് ഉയർന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനുകളിലായി 13% റിട്ടേൺ ആണ് കമ്പനി ഇൻവെസ്റ്റേഴ്സിന് നൽകിയത്. 52 വീക്ക് ലോയ്ക്ക് അടുത്താണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 33 രൂപ 46 പൈസ സ്റ്റോക്കിൻ്റെ വില. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 65. കമ്പനി ബോണസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റ് നവംബർ 28. 1:1 എന്ന റേഷ്യോയിലുള്ള ബോണസാണ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് പ്രഖ്യാപിച്ചത്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കമ്പനി ബോണസ് നൽകുന്നത്. ഇതിനു മുൻപ് 2022-ൽ 3:1 എന്ന റേഷ്യോയിലും 2022 മാർച്ച് മാസത്തിൽ 1:1 എന്ന റേഷ്യോയിലും കമ്പനി ബോണസ് നൽകിയിരുന്നു. മൂന്നാമത്തെ സ്റ്റോക്ക് കൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഇടിഞ്ഞ് 91 രൂപയ്ക്ക് അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 73 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 48.83. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയ കമ്പനിയാണ്. കൺസിക്യൂട്ടീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ട്രേഡിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി 1:10 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ 1:1 എന്ന റേഷ്യോയിൽ ബോണസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ സ്റ്റോക്കിന് നമ്മൾക്ക് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. അടുത്തത് ജുവലറി സെഗ്മെൻറ്റിലെ 2 സ്റ്റോക്കുകളാണ്. ഒന്നാമത്തേത് സെൻഗോ ഗോൾഡ് ലിമിറ്റഡ്. 1161 രൂപ വരെയുള്ള സ്റ്റോക്ക് ഇന്ന് 3.9% ഉയർന്നു. 9000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 42.95, ഡിവിഡൻഡ് yield 0.70%. സെൻഗോ ഗോൾഡ് 1:2 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ AMK ഗ്ലോബൽ ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസി സെൻഗോ ഗോൾഡിന് ബൈ എന്ന റേറ്റിംഗും 1600 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ജുവലറി സെഗ്മെൻറ്റിൽ തന്നെ PC ജുവലേഴ്സ് എന്ന കമ്പനിയെയും സ്റ്റോക്ക് സ്പ്ലിറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് ഇന്നത്തെ ദിവസം 5% ഉയർന്നു. 52 വീക്ക് ഹൈ 187, 52 വീക്കിലോ 27. PC ജുവലർ ഇയർ ടിൽ ഡേറ്റിൽ 175% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. 1:10 എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്